ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ ഈ മാധ്യമത്തിലൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിന് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. നിശ്ചയമായിട്ടും ഈ പ്രഭാതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, ദൈവിക നന്മകൾ നിറഞ്ഞതായി തീരേണ്ടതിന് കർത്തൃകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരുവചനത്തിൽ നിന്നും സെഫന്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുന്നു. സെഫന്യാവ് 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം: നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും, മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും, ചിതറിപ്പോയതിനെ ശേഖരിക്കും, സകല ഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവചനമാണ് ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ടത്. നിശ്ചയമായിട്ടും ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവെന്ന പകൽ നമ്മോട് ഇടപെടുകയും വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യട്ടെ. ഒരു പ്രത്യേക സമയത്ത് ദൈവജനത്തോട് ഇടപെടേണ്ടതിന് ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് സെഫന്യാ പ്രവാചകൻ. സെഫന്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു ചെറിയ വാക്യമാണ് ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ടത്. നിശ്ചയമായിട്ടും ആ ഒരു തിരുവചനത്തിനകത്ത് ധാരാളം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. എല്ലാ കാലത്തും ദൈവവചനം ജനത്തോട് ഇടപെടുകയും സംസാരിക്കുകയും ജനത്തെ പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത ദൈവവചന പ്രവചനം നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ആമേൻ, അത് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയും. ഈ വചനത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കാലങ്ങൾക്ക് മുൻപ് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ സെഫന്യാവ് പ്രവചിച്ചു പറഞ്ഞ തിരുവചന ഭാഗമാണിത്. അവിടെ ദൈവം എഴുതിയിരിക്കുകയാണ്, ദൈവം പറയുകയാണ്, നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. ഒരു നീണ്ട വർഷം, ഒരു നീണ്ട കാലം വിവിധങ്ങളായ ക്ലേശങ്ങളിലൂടെ കടന്നുപോയ ദൈവജനം, വ്യത്യസ്തമായ രാജ്യങ്ങൾ, വ്യത്യസ്തമായ വ്യക്തികൾ, വിവിധങ്ങളായ സാഹചര്യങ്ങൾ, ഇങ്ങനെ രോഗം, കടഭാരം, പ്രശ്നങ്ങൾ, ഉപജീവനമാർഗത്തിലെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാവി, അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ ക്ലേശം അനുഭവിക്കുന്നവരോട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് ആലോചന പറയുകയാണ്. ദൈവിക ഇടപെടലുകൾ വെളിപ്പെടുവാനായി തുടങ്ങും. നമുക്കറിയാം, പഴയ പുതിയ നിയമങ്ങൾക്കകത്ത് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഇടപെട്ട സന്ദർഭങ്ങൾ. ആമേൻ. ഈ പകൽ ഞാൻ പറയുവാനായി പോകുന്ന കാര്യം, തിരുവചനം എഴുതിയിരിക്കുന്നത് ദൈവം ചില വിഷയങ്ങൾക്കകത്ത് ഇടപെടും. ഏത് വിഷയത്തിനകത്താണ് ദൈവം ഇടപെടുവാനായി പോകുന്നത്? ക്ലേശം അനുഭവിക്കുന്ന വിഷയങ്ങൾ. ഇന്ന് പകലൊന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, ഏതെങ്കിലും മേഖലയിൽ ഞാൻ ക്ലേശം അനുഭവിക്കുന്നുണ്ടെന്ന് ഭാരത്തോടെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരുവചന സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആമേൻ. അപ്പോൾ ക്ലേശം അനുഭവിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു ദൈവിക ഇടപെടലുണ്ടാകും. നമുക്കറിയാം, ഏതെങ്കിലും ഉന്നതരായ വ്യക്തികൾ ഏതെങ്കിലും പ്രശ്നങ്ങൾക്കകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ നാളുകൾ കൊണ്ട് നടക്കാതെ മുടങ്ങിക്കിടക്കുന്നത് മിനിറ്റുകൾക്കകത്ത് നടക്കുവാനിടയായി തീരും. ഒരു റോഡിൻ്റെ പണിയിലോ പാലത്തിൻ്റെ പണിയിലോ നിന്നുപോയ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനകത്തോ ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ടത് പൂർത്തീകരിക്കും, മുടങ്ങിക്കിടക്കുന്നത് ശരിയാകും. ഈ പകൽ തിരിച്ചറിയുക, ദൈവിക ഇടപെടലുകൾ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അത്ഭുതങ്ങളായിരിക്കും. പ്രിയരെ, ഈ പ്രവചന ഭാഗത്തിൻ്റെ ആരംഭ ഭാഗത്ത് എഴുതിയിരിക്കുന്നു,
നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. ദൈവം ചില വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നൽകി തരട്ടെ. ആരെങ്കിലും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഭാരങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുന്ന ആത്മിക, മാനസിക, ശാരീരിക നിലയുണ്ടെങ്കിൽ ഈ പകൽ ദൈവം ഇടപെടും. ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? ഞാൻ പറയാം, പുതിയ നിയമത്തിനകത്ത് യേശു ഇടപെട്ട കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ ഫലമെല്ലാം അത്ഭുതങ്ങളായിരുന്നു. കാനാവിലെ കല്യാണ വീട് ദുഃഖം കൊണ്ട് നിറയേണ്ട സാഹചര്യം, വീഞ്ഞു തീർന്നുപോയി, വീട്ടുകാർ ലജ്ജ കൊണ്ട് തല താഴ്ത്തേണ്ട സമയം. ഞാൻ പറഞ്ഞത്, ആ വിഷയത്തിനകത്ത് നമ്മുടെ കർത്താവ് ഇടപെട്ടൊരു പ്രസംഗം നടത്തി എന്നല്ല, പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളതല്ല. യേശു ആ വിഷയത്തിനകത്ത് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തിരുവചനം എഴുതിയിരിക്കുന്നു, ആ വീട് പിന്നെയും ആനന്ദ ലഹരിയിലേക്ക് മാറുവാനിടയായി തീർന്നു. അങ്ങനെ എത്രയെത്ര വിഷയങ്ങൾക്കകത്ത് നമ്മുടെ കർത്താവ് ഇടപെട്ടത് പുതിയ നിയമത്തിനകത്ത് കാണുവാനായി കഴിയും. ഇന്ന് പകൽ ഞാൻ പറഞ്ഞത്, ക്ലേശമനുഭവിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവിക ഇടപെടലുകൾ വെളിപ്പെടട്ടെ. ദൈവം ഇടപെടും. നമുക്കറിയാം, പലപ്പോഴും പലരിടത്തും ചെന്നിട്ട് നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടേണ്ടതിന് നാം അപേക്ഷിച്ചിട്ടുണ്ട്, ആപ്ലിക്കേഷനുകൾ കൊടുത്തിട്ടുണ്ട്. പലതും നടക്കാതെ മുടങ്ങിക്കിടക്കുകയാണ്. യൂണിവേഴ്സലായ ദൈവം പറയുകയാണ്, ആമേൻ, നിന്നെ ക്ലേശിപ്പിക്കുന്ന, നീ ക്ലേശമനുഭവിക്കുന്ന വിഷയം ഏതാണോ അതിനകത്ത് ദൈവം ഇടപെടും. ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവം ആമേൻ ചില വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്ന ഒരു നല്ല പകലായി ഈ പ്രഭാതം മാറുവാനായി തീരുകയാണ്. എത്ര പേർക്ക് ദൈവത്തോട് അടുത്ത് വരുവാൻ കഴിയുന്നു? എത്ര പേർക്ക് ഹൃദയം കൊണ്ട് ഈ തിരുവചനം ഏറ്റെടുക്കുവാൻ കഴിയുന്നു? ദൈവം ചിലതിനകത്ത് ഇടപെടട്ടെ. ജോലി സംബന്ധമായ വിഷയമാണോ? ഭവനത്തിൻ്റെ നിർമ്മാണമാണോ? നിങ്ങളുടെ വഴിയുടെ പ്രശ്നങ്ങളാണോ? ഏതോ ആകട്ടെ, ദൈവം ഇടപെട്ടാൽ ചെങ്കടലിൽ ഒരു വഴിയെ തുറക്കുവാൻ, യോർദാനിൽ ഒരു വഴിയുണ്ടാക്കുവാൻ, മരുഭൂമിയിൽ തൻ്റെ ജനത്തിനു വേണ്ടി ഒരു വഴിയുണ്ടാക്കുവാൻ തിരുവചനത്തിനകത്ത് ദൈവം സർവശക്തനായിരുന്നെങ്കിൽ, പ്രിയരെ, ആരിടപെട്ടിട്ടും നടക്കാത്തത്, ആര് ശ്രമിച്ചിട്ടും സാധ്യമായി തീരാത്തത് ഒരു മാനുഷിക ഇടപെടലിലൂടെ അല്ല, ഒരു ദൈവിക ഇടപെടലിലൂടെ സാധ്യമായി തീരും. ആമേൻ. ക്ലേശിപ്പിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഈ വാക്യം എഴുതിയിരിക്കുന്നു, ദൈവം ഇടപെടുവാനായി തുടങ്ങുമെന്ന്. ഇന്ന് പകൽ ഹൃദയം കൊണ്ട് ഈ തിരുവചനം ഏറ്റെടുത്ത് ആമേൻ പറയാമോ? രണ്ടാമത്തെ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്നത്, മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും. നമുക്കറിയാം, പലപ്പോഴും പല വിഷയങ്ങളിലും ഫ്ലുവൻ്റായിട്ട് മുൻപിലോട്ട് പോകുവാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും മുടന്തിയും വലിഞ്ഞുമാണ് മുൻപിലേക്ക് പോകുന്നത്. കാര്യങ്ങൾ ക്രമമായി നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടക്കുന്നില്ല. ഈ പ്രഭാതത്തിൽ ഒരു മറുപടി ദൈവം പറയുകയാ, ഞാനതിനെ രക്ഷിക്കും. വന്യജീവികളുടെ അടുക്കൽ പെട്ടുപോയ ഏതെങ്കിലും ചെറിയ മൃഗങ്ങൾ മുടന്തി നടന്നാൽ രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ അമാനുഷികമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകണം. പ്രിയരെ, വിഴുങ്ങിക്കളയുവാൻ തക്കവണ്ണം രക്ഷയില്ല എന്ന നിലയിലുള്ള പ്രശ്നങ്ങൾ പിറകിലുള്ളപ്പോൾ അത് വിഴുങ്ങുവാനും കയ്യെത്തിപ്പിടിക്കുവാനും ശ്രമിക്കുമ്പോൾ ദൈവവചനം ഇന്ന് പകൽ നമ്മോട് ഉറപ്പോട് പറയുകയാണ്, മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും. ഇന്ന് പകൽ ഞാൻ ഈ തിരുവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ആത്മാവിൽ നിങ്ങളുടെ അനുഭവങ്ങളുമായി ഈ വചനമൊന്ന് ബന്ധിപ്പിക്കുവാൻ, ചേർത്ത് വയ്ക്കുവാൻ കഴിഞ്ഞാൽ ദൈവശക്തി ആ മേഖലകളിൽ പാഞ്ഞിറങ്ങി ചില അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും. മൂന്നാമത്തെ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ചിതറിപ്പോയതിനെ ഞാൻ ശേഖരിക്കും. വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന്, ആമേൻ, കുടുംബത്തിൻ്റെ നടുവിൽ നിന്ന് അറ്റ് അലഞ്ഞ് കൈമോശം വന്ന് ചിതറിപ്പോയി. ബൈബിൾ പറയുന്നു, ദൈവം അതിനെ ശേഖരിക്കും, ദൈവം അതിനെ കൂട്ടിച്ചേർക്കും. ഇന്ന് പകൽ അറ്റുപോയ ബന്ധങ്ങൾ, നിന്നുപോയ ആമേൻ ആത്മിക ഭൗതിക ബന്ധങ്ങൾ, അതിനെ ശേഖരിക്കുവാൻ തക്കവണ്ണം സർവശക്തൻ കരം നീട്ടട്ടെ. ചിലതെല്ലാം തകർന്നിരിക്കുകയാണ്, തരിപ്പണമായി ചിതറിപ്പോയി ചിതറിപ്പോയി ചിതറിപ്പോയി. ആരെങ്കിലും ഇന്ന് പകൽ ഈ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതായത്. ദൈവം ചിലതിനെ ശേഖരിക്കും. ആമേൻ. ആ വാക്യത്തിനകത്ത് അടുത്ത പദം എഴുതിയിരിക്കുന്നത്, സകല ഭൂമിയിലും ലജ്ജ നേരിട്ടവരെ ആമേൻ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. തിരുവചനം എഴുതിയിരിക്കുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ ലജ്ജ നേരിട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപമാനിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, തല താഴ്ന്നു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, തിരുവചനം എഴുതിയിരിക്കുന്നു, അങ്ങനെയുള്ളവരെ പ്രശംസാ വിഷയമാക്കി തീർക്കേണ്ടതിന്, കീർത്തിയാക്കി തീർക്കേണ്ടതിന് ഒരു ദൈവത്തിൻ്റെ പണി ആ മേഖലകളിൽ വെളിപ്പെടുവാൻ തുടങ്ങുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുവാൻ കഴിയുമോ? നിന്ദിക്കപ്പെട്ട അനുഭവത്തിലാണോ നിങ്ങൾ? സ്നാനപ്പെട്ടതുകൊണ്ട്, പരിശുദ്ധയാത്മാവിനെ പ്രാപിച്ചതുകൊണ്ട്, രക്ഷിക്കപ്പെട്ടൊരു കൂട്ടായ്മയിൽ അംഗത്വമുള്ളത് കൊണ്ട്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളെ നിന്ദിക്കുകയാണോ? ദൈവവേലക്കാരി എന്നും ദൈവവേലക്കാരനെന്നും വിളിച്ച് കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് നിന്ദിക്കത്തക്ക നിലയിൽ സ്നേഹിക്കേണ്ടവർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണോ? പ്രിയരെ, ആ വിഷയങ്ങളുടെ നടുവിൽ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. പ്രവാസത്തിൽ കിടന്ന ദാനിയേലിൻ്റെ ജീവിതത്തിന് ഇതല്ലേ സംഭവിച്ചത്? പ്രവാസത്തിൽ എത്തപ്പെട്ട എസ്തേറിൻ്റെ ജീവിതത്തിൽ ഇതാണല്ലോ സംഭവിച്ചത്. മോവാബിൽ നിന്ന് ഇസ്രയേലിലേക്ക് മടങ്ങി വന്ന രൂത്തിൻ്റെ ജീവിതത്തിൽ ഇതാണല്ലോ സംഭവിച്ചത്. മറിയ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയുന്നു, സകല ജാതികളും എന്നെ കീർത്തിക്കും, പ്രശംസിക്കുമെന്ന്. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ അതിനെ തടയുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഏതെല്ലാം നിലകളിലാണ് ലജ്ജ നേരിടേണ്ടി വന്നത്? എവിടെയാണ് ലജ്ജിക്കപ്പെട്ടത്? പ്രിയരെ, ദൈവവചനമാണ് എഴുതിയിരിക്കുന്നത്, പ്രശംസയും കീർത്തിയുമാക്കി തീർക്കും. അകന്നു പോകുവാൻ ആഗ്രഹിച്ചവർ, അകന്നു പോയവർ, ചേർന്ന് നിൽക്കാൻ കൊതിക്കുന്ന നാളുകളുണ്ടെന്ന്. ഉപേക്ഷിച്ച് കളഞ്ഞവർ, കല്ലെറിയുന്നതിന് വേണ്ടി ശ്രമിച്ചവർ, കുറ്റം പറഞ്ഞവർ, കൂടി നിന്ന് അപമാനിച്ചവർ, അടുത്തു വരുന്ന, ചേർന്ന് വരുന്ന ആമേൻ ദൈവപ്രവൃത്തിയുടെ ഇടപെടലുകൾ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു വലിയ ദൈവിക ഇടപെടലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ? നിശ്ചയമായിട്ടും സർവശക്തൻ, ഞാൻ പറഞ്ഞത്, ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി, മുടന്തി നടക്കുന്നതിനെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ആമേൻ ഇടപെടലുകൾ, ചിതറിപ്പോയതിനെ വീണ്ടും ശേഖരിക്കുന്ന ദൈവപ്രവൃത്തി, സകല ഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരങ്ങൾ അനുഭവിക്കുന്നവരാണോ? ദൈവം എൻ്റെ വിഷയത്തിനകത്ത് ഇടപെടണമെന്ന് കൊതിയോടെ പ്രാർത്ഥിക്കുന്നവരാണോ? ഒരിക്കൽ കൂടെ ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? നിശ്ചയമായിട്ടും ഈ ദിവസം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ദൈവ കൃപ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. കണ്ണുകളെ മൂടി ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,
ഈ അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ പ്രഭാതത്തിനായി നന്ദി പറയുന്നു. പ്രയാസങ്ങളും പ്രതികൂലങ്ങളുമുള്ള വിഷയങ്ങളിൽ ദൈവിക ഇടപെടലുകൾ വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. എല്ലാ മേഖലകളിലും സർവശക്തൻ പ്രവർത്തിക്കണമേ. ആരെങ്കിലും ഭാരത്തോടും നിരാശയോടും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ വചനം ജീവിതത്തിൽ വിടുതലിനും നന്മയ്ക്കും കാരണമാകട്ടെ. ഇതനുഗ്രഹത്തിൻ്റെയും ഉയർച്ചയുടെയും നന്മയുടെയും ദൈവ പ്രവൃത്തിയുടെയും ദിവസമായി തീരട്ടെ. പൊന്നു കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.